നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതുമോളുടെ ജീവിതം ഇപ്പൊ രാജുവിന്റെ കയ്യിലാണെന്നുള്ളതാ എന്റെ ആശ്വാസം. രാജുവിന്റെ ഒപ്പം ഋതുമോള് സന്തോഷവതിയായിരിക്കുമെന്ന് എനിക്കറിയാം. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. ശരി രാജു. ചെറിയമ്മേ, സമയം കിട്ടുമ്പോ അപ്പുനെയും കൂട്ടി അവിടേക്ക് ഇറങ്ങണം. ശരി മോളെ, പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. എടി പുറത്തു പോകാണ്ട് നേരത്തടി. രാധ അവരെത്തിട്ടോ? ആ വരുന്നു. ആഹാ, എത്തിയോ രണ്ടാളും? വാ. ചേച്ചി, എന്താ ഇത്? എന്തിനാ ചേച്ചി കരയുന്നത്? ഋതിക മേഡം എന്നോട് ക്ഷമിക്കണം. പ്രായത്തിൽ ഇളയതാണെന്നോ എന്റെ അനിയനെ വിശ്വസിച്ചിറങ്ങിയ കുട്ടിയാണെന്നോ ഒന്നും ഓർക്കാതെ ഒരുപാട് ഞാൻ വിഷമിപ്പിച്ചു. പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു തെറ്റ് ഋതിക മേഡം ക്ഷമിച്ചു. എന്റെ ഭർത്താവ് പോലീസിന്റെ പിടിയിലാവുമായിരുന്നു. അവിടെ മേഡം ഞങ്ങളെ രക്ഷപ്പെടുത്തി. നന്ദി വാക്കുകളിലൊന്നും തീരില്ലെന്ന് എനിക്കറിയാം. ഈ ജീവിതകാലം മുഴുവൻ ഞാൻ ഋതിക മേഡത്തോട് കടപ്പെട്ടവളായിരിക്കും. എന്താ ചേച്ചി ഇത്? ചേച്ചി ഇപ്പോഴും എന്നെ അനിയത്തിയായിട്ടല്ല കാണുന്നത്. അതല്ലേ എന്നെ ഇപ്പോഴും ഋതിക മാഡം എന്ന് വിളിക്കുന്നത്. രാജുവിന്റെ കുടുംബം എന്റെ കുടുംബമാണ്. രാജുവിന്റെ ചേച്ചി എന്റെ ചേച്ചിയാ. ഞാൻ ചേച്ചിയുടെ അനിയത്തി. നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടാകുന്ന പ്രശ്നങ്ങള് നമ്മളെ തന്നെ പരിഹരിച്ച് അത് നമുക്കിടയിൽ തീരുന്നതല്ലേ നല്ലത്. ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. ചേച്ചി വാ. അവിടെ പ്രിയയും കയ്യിലെടുത്തു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.